ഹലോ. അനശ്വര നടൻ സത്യന് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ 2 സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ക്യാൻസർ ബാധിതനായ സത്യൻ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചിത്രീകരിച്ച സിനിമയാണ് അനുഭവങ്ങൾ പാളിച്ചത്. ആ സിനിമയുടെ സെറ്റിൽ നിന്നാണ് അദ്ദേഹം രക്തം ഛർദ്ദിക്കുന്നതും ആശുപത്രിയിലേക്ക് സ്വയം കാർ ഓടിച്ചു പോകുന്നതും പിറ്റേ ദിവസം പുലർച്ചെയോടെ മരിക്കുന്നു. ആശുപത്രിയിൽ തന്നെ കാണാൻ വന്ന മക്കളോട് ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് ആ സിനിമയിലെ പ്രവാചകന്മാരെ പറയും എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രീകരിച്ചത്. MS മണി എന്ന എഡിറ്ററുടെ അതുല്യ പ്രതിഭ നമുക്ക് ആ ഗാന ചിത്രീകരണത്തിൽ കാണാം. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചൊക്കെ റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണിത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കതൊരു വലിയ സപ്പോർട്ടായിരിക്കും. നമുക്ക് മുന്നേ ജീവിച്ച് അന്ധതയിലേക്ക് മറഞ്ഞുപോയ അതുല്യ പ്രതിഭകളായിട്ടുള്ള ഇങ്ങനെയുള്ള കലാകാരന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വല്ലാത്തൊരു നൊമ്പരമാണ് മനസ്സിലുണ്ടാകുന്നത്. സത്യനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം അഭിനയിച്ച് വിസ്മയിപ്പിച്ച സിനിമകൾ കാണണമെന്ന് തോന്നി എനിക്ക്. അങ്ങനെ ഞാൻ കണ്ട 2 സിനിമകളാണ് കടൽപ്പാലവും കരകാണക്കടലും. സത്യന് മികച്ച നടനുള്ള അവാർഡ് നേടിക്കൊടുത്ത സിനിമകളാണ് ഇവ 2. കേരള സംസ്ഥാന സർക്കാർ സിനിമയ്ക്ക് വേണ്ടി പുരസ്കാരങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യമായി അവാർഡ് നേടുന്നത് സത്യനാണ്. അദ്ദേഹമല്ലാതെ മറ്റാർക്കാണ് അന്ന് അതിന് അർഹതയുള്ളത്? കാരണം കടൽപ്പാലം എന്ന സിനിമ കണ്ടാൽ നമുക്കത് ബോധ്യമാവും. ആ സിനിമ 1969 ആ സിനിമ ഇറങ്ങുന്നതും അദ്ദേഹം അവാർഡ് നേടുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നാടകീയമില്ലാത്ത സ്വാഭാവികമായ ഒരു അഭിനയ രീതിയാണ് സത്യൻ അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സേതുമാധവനാണ് കടൽപ്പാലത്തിൻ്റെ സംവിധായകൻ. മഞ്ഞിലാസിൻ്റെ ബാനറിൽ MA ജോസഫാണ് സിനിമ നിർമ്മിച്ചത്. അച്ഛനും അതിനുമായി ഇരട്ട വേഷത്തിലാണ് സത്യൻ അഭിനയിച്ചിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ ഇമേജ് നോക്കാതെ അഭിനയത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് സത്യൻ. ഒരിക്കൽ അദ്ദേഹം പ്രേംനസീറിനോട് പറഞ്ഞതായി പ്രേംനസീർ തന്നെ അനുസ്മരിക്കുന്നു. ഇങ്ങനെ പെണ്ണുങ്ങളുടെ പിറകെ പാട്ടും പാടി നടക്കാതെ കഴമ്പുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കൂ എന്ന്. അതിന് പ്രേംനസീർ പറഞ്ഞ മറുപടി, ഒരു ഇമേജിന് അടിമപ്പെട്ടു പോയില്ലേ, എന്തു ചെയ്യാം എന്നാണ്. ദുശാഠ്യക്കാരനായ നാരായണ കൈമൾ എന്ന അച്ഛനെയും അദ്ദേഹത്തിൻ്റെ കൊള്ളരുതായ്മകൾ വകവയ്ക്കാത്ത രഘു എന്ന മകനെയുമാണ് അദ്ദേഹം കടൽപ്പാലത്തിലൂടെ സ്ക്രീനിൽ അവതരിപ്പിച്ച് ഫലിപ്പിച്ചത്. കണ്ണു കാണാത്ത നാരായണ കൈമളെയും രഘുവിനെയും നമുക്ക് ഇന്ന് കാണുമ്പോൾ യാതൊരുവിധ നാടകീയതയും അതിഭാഗത്വം തോന്നാത്ത വിധത്തിൽ അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ബഹദൂറിൻ്റെ പ്രകടനം. കോമഡി വേഷങ്ങൾ ചെയ്തിരുന്ന ബഹദൂർ കൈമളുടെ ആശ്രിതനായ അപ്പുവിൻ്റെ വേഷത്തിൽ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ചെറിയ ചെറിയ ആംഗ്യങ്ങളിലൂടെയും നോട്ടങ്ങളിലൂടെയും ഒക്കെ ബഹദൂർ ശരിക്കും ജീവിക്കുകയായിരുന്നു. അതുപോലെ ജയഭാരതി ഒരു ക്യൂട്ട്നെസ്സും ഭാര്യ വിതറാതെ കൈമളുടെ ഓമന മകളായി ജയഭാരതിയും തിളങ്ങി. എന്തൊരു ഭംഗിയാണ് അവരെ കാണാൻ തന്നെ. ജയഭാരതിയുടെ ഉമ്മൻ്റെയും കോസ്റ്റ്യൂംസും എനിക്ക് വലിയ ഇഷ്ടമായി. വില്ലനായ ഗോവിന്ദൻകുട്ടി ഒരു സാധാരണ അച്ഛനായി നമുക്കിതിൽ കാണാം. അടൂർ ഭവാനിയും അഭിനയത്തിൽ ഒരു വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. പ്രേംനസീർ, ഷീല, അടൂർ ബാസി, ശങ്കരാടി തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെയുണ്ട് ഈ സിനിമയിൽ. വിഖ്യാത നാടകകൃത്ത് KT മുഹമ്മദിൻ്റെ കടൽപ്പാലം എന്ന നാടകത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ സിനിമ. മികച്ച നടനുള്ള അവാർഡിന് പുറമെ ഇതിലെ സംഭാഷണങ്ങൾക്ക് KT മുഹമ്മദും മ്യൂസിക് ഡയറക്ടറായി ദേവരാജനും ഗാനരചയിതാവായി വയലാർ രാമവർമ്മയും മികച്ച പാട്ടുകാരിയായി P ലീലയും ഉൾപ്പെടെ 5 അവാർഡുകളാണ് ഈ സിനിമ നേടിയത്. SP ബാലസുബ്രഹ്മണ്യം ആദ്യമായി മലയാളത്തിൽ പാടുന്നത് കടൽപ്പാലത്തിലാണ്. സത്യന് മരണാനന്തര ബഹുമതിയായി 1971 രണ്ടാമതും മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നത്. കരകാണക്കടൽ എന്ന സിനിമയിലെ തോമയെ അവതരിപ്പിച്ചതിനാണ് അവാർഡ്. KS സേതുമാധവൻ തന്നെയാണ് ഈ സിനിമയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. സേതുമാധവന് മികച്ച സംവിധായകനുള്ള അവാർഡും കേരള സംസ്ഥാന അവാർഡും ഈ സിനിമ നേടിക്കൊടുത്തു. കരകാണക്കടൽ 1972 മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടിയ സിനിമയാണ്. സത്യനെ കൂടാതെ മധു, വിൻസെന്റ്, ശങ്കരാടി, ജയഭാരതി, കവിയൂർ പൊന്നമ്മ, അടൂർ ഭവാനി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. തോമയായിട്ട് സത്യൻ കസറിയ സിനിമയാണ്. കൂടാതെ തോമയുടെ ഭാര്യയായി കവിയൂർ പൊന്നമ്മയും മകളായി ജയഭാരതിയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു നിഷ്കളങ്കയായ നാട്ടിൻപുറത്തുകാരിയായി ജയഭാരതി ഹൃദയത്തിൽ തട്ടുമിതം തന്നെ ആ കഥാപാത്രത്തെ മനോഹരമാക്കി. പുറംപോക്കിൽ ജീവിക്കുന്ന നിരാലംബരായ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതം ഹൃദയസ്പൃക്കായി തന്നെ സേതുമാധവൻ ചെയ്തു വെച്ചിരിക്കുന്നു. അവരുടെ ജീവിത രീതികളും സംഭാഷണങ്ങളും വഴക്കുകളും എല്ലാം നമുക്ക് കണ്ടറിയാം ഈ സിനിമയിൽ. പഴയകാല സിനിമകൾ ആ ഒരു കാലഘട്ടവും സ്ഥലങ്ങളും അവിടുത്തെ മനുഷ്യരും അവരുടെ ജീവിത രീതികളും ഒക്കെയാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. സിനിമയെ അഗാധമായി സ്നേഹിക്കുന്നവർ കാണേണ്ട സിനിമകൾ തന്നെയാണ് ഈ 2 സിനിമകൾ. ഈ സിനിമകൾ കാണുമ്പോൾ കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞ ഈ കലാകാരന്മാരെ കാണുമ്പോൾ അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് മുന്നിൽ മനസ്സ് വല്ലാതെ വെങ്ങുന്നു. അവർക്ക് എൻ്റെ കണ്ണീർ പ്രണാമം. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരെ ബായ്.